സാധാരണ ഇന്ന് നമ്മുടെ മക്കൾ ഓരോ അക്ഷരങ്ങൾ പഠിച്ച് കൂട്ടി വായിക്കാനും എടുക്കാനും എല്ലാം പഠിച്ചൊക്കെ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ എന്താ പറയുക ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. ഇപ്പം തന്നെ പഠിക്കാൻ ഒരുപാടുണ്ട് പിള്ളേർക്ക്. EVS, മോറല്, സയൻസ്, അങ്ങനെ ഒത്തിരി സബ്ജക്റ്റുകളുണ്ട്. അതൊക്കെ പഠിച്ചെങ്കിലല്ലേ നമുക്ക് സ്കൂളിൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ വണ്ടിപ്പേരും വണ്ടിയുടെ അലോയ് വീൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക് എങ്ങനെയാണ്, അതിൻ്റെ സ്റ്റിയറിങ് ഡിസൈൻ എങ്ങനെയാണ്, ഇതൊക്കെ പിള്ളേർ പോയി പരീക്ഷയ്ക്ക് എഴുതിയ മാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ. ഇതെന്തൊരു ഇതാന്ന് നോക്കിക്കണം. ഭാര്യയുടെ ഉള്ള വാശി തീർക്കുന്നത് സ്വന്തം മകൻ്റെ ജീവിതം വെച്ച്. ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ബാലൻസ് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. സംഭവം ഇതാണ്. വീണ്ടും ആ കൊച്ചെന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കേട്ടോ. കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പറഞ്ഞു ആ കൊച്ചിന് അതിൻ്റെ മക്കൾ, ആ കൊച്ചിനിപ്പോൾ എന്തായാലും പുള്ളിയെ വേണ്ടാന്നും പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഹിയറിങ്ങിന് ചെന്നില്ല, പക്ഷേ എങ്കിലും സെക്കൻഡ് ഹിയറിങ്ങിന് ആ കുട്ടി ചെന്നിരുന്നു. അപ്പം ഔട്ട് ഓഫ് ഇന്ത്യയാണ്, അത് കാരണം നടക്കത്തില്ല. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എടുക്കാനായിട്ട് പറഞ്ഞ് അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇപ്പം പുള്ളി ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഓൾറെഡി ആ പെണ്ണിൻ്റെ ജീവിതം നശിപ്പിച്ചു. ഇനി അടുത്തത് മക്കളാണ്. മക്കളെ വെച്ചാണ് പുള്ളി കളിക്കാൻ പോകുന്നത്. ഓർത്തോണം, സ്വന്തം ചോരയിലുണ്ടായ കുഞ്ഞിനെ വെച്ച് കളിക്കാനിരിക്കുന്ന ഒരു അച്ഛൻ എങ്ങനുണ്ട്? കൂടിപ്പോയാൽ 1ാം ക്ലാസ്സിൽ ഇരിക്കേണ്ട, 1ലും 2ലും ഇരിക്കേണ്ട പ്രായമുള്ള ഒരു കൊച്ചാണ്. ആ കൊച്ചിനോട് ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുക്കുന്നത് വണ്ടിക്കാര്യങ്ങളാണ്. അവൻ അതാണ് ഇഷ്ടം. ഞാൻ അവൻ്റെ അച്ഛനാണ്, ഞാൻ തീരുമാനിക്കും ഞാൻ എന്താ അവനോട് സംസാരിക്കണം എന്നുള്ളത്. ഇതാണ് ആ കൊച്ചിനോട് പറയുന്നത്. എന്താ ചെയ്യണ്ടേ? ഇത് ശരിക്കും പറഞ്ഞ സൈക്കോ ആണോ അതോ സൈക്കോ പാത്താണോ? എന്തുവാന്ന് എനിക്കും ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇങ്ങനെ ഓരോരുത്തവന്മാരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പിള്ളേരുടെ ഭാവി എന്തുവാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നീയൊക്കെ? ഒരു നിമിഷമേലും നീയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ആ ചെറുക്കന് നീറി ഓരോ നിമിഷവും കഴിഞ്ഞു കൂടുന്നത്. അതിൻ്റെ അമ്മ പറയുന്നതും എല്ലാം കേട്ട് അതിന് മതിയായി. എന്നാലും വിളിക്കുമ്പോൾ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അച്ഛൻ എന്ന സ്ഥാനം അത് അതിൻ്റെ തള്ള അതിനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ പെങ്കൊച്ച്, ആ കൊച്ച് നിൻ്റെ അച്ഛനാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നീ ഫോൺ എടുക്കണം, അച്ഛൻ വിളിച്ച ഫോൺ എടുക്കണം എന്ന് അവൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇന്നേ വരെ ആ കൊച്ചു പറയുന്ന കേട്ടത് നമുക്കതിനെ സങ്കടം വരും. ആ പൊടിക്കൊച്ചിനോട് ചോദിച്ചിട്ടില്ല, മോനെ നീ ഫുഡ് കഴിച്ചോ എന്നൊന്നും ചോദിച്ചിട്ടില്ല. സ്കൂളിലെ ഗ്രൂപ്പിനകത്ത് ഈ പുള്ളിയുണ്ട്. ഹോംവർക്ക് ഇടുന്നതും എല്ലാം പുള്ളിക്കറിയാം. ആ ഹോംവർക്ക് എഴുതിയോന്ന് പോലും ചോദിക്കത്തില്ല. ഈ 1ലും 2ലും പഠിക്കുന്ന പിള്ളേരുടെ അടുത്ത് ഈ ടൊയോട്ടോയും ഈ മാരുതി സുസുക്കിയും കിയയും ഇഞ്ചോണും നിസാനും ലംബോഗിനിയും BMW ബെൻസും ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് അതിനകത്തോട്ടങ്ങ് അട്രാക്റ്റ് ചെയ്ത് ഇപ്പോഴേ മെക്കാനിക്കൽ ഒരു രീതിയിലോട്ട് കൊണ്ടുപോകാനാണ് ആ പുള്ളി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് നോക്കുന്നു, ശരി സമ്മതിച്ചു, അവർ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. പക്ഷെ ഇത് കൂടി വരികയാണ് ചെയ്യുന്നത്. കൊച്ചിന് ഇനിയും പഠിക്കാൻ ഇപ്പം ഒത്തിരി സബ്ജക്റ്റുകൾ കിടക്കുന്നു. ആ കൊച്ചിനിപ്പം സത്യം പറഞ്ഞാൽ ഒന്നും ഓർമ്മയില്ലെന്നാണ് പറയുന്നത്. എപ്പോൾ നോക്കിയാലും വണ്ടിക്കാര്യം മാത്രം പറയാനേ ഉള്ളൂ സമയം. വണ്ടിയെ തലയ്ക്കകത്തുള്ളൂ. സാധാരണ നമ്മളൊക്കെ മക്കളെ പഠിപ്പിക്കുന്നത് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ, മലയാളത്തിലെ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ അതൊക്കെ പഠിപ്പിക്കും. ഇംഗ്ലീഷിൽ ആൽഫബറ്റ്സ് നമ്മൾ പഠിപ്പിക്കും. പിന്നെ കൂട്ടി വായിക്കാൻ പഠിപ്പിക്കും. അത് ആപ്പിൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഒരാൾ ചോദിക്കുക വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ പേര് പറയും, നമ്മുടെ മക്കൾ പറയും. പക്ഷേ ഈ പെങ്കൊച്ചിൻ്റെ മകന് മാത്രം അവൻ്റെ പേരെന്തുവാ, വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ പോലും പറയാൻ പറ്റുന്നില്ല, അറിയത്തില്ല. കാരണം എപ്പം നോക്കുവാണേലും വണ്ടി 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 ഈ ഒരൊറ്റ ഇതേ ഉള്ളൂ.
പഠിപ്പിക്കാനിരുത്തിയാൽ പഠിക്കത്തുമില്ല, അറിയത്തില്ല. ഓരോന്നും എഴുതി വെച്ചേക്കുന്നതൊക്കെ എനിക്ക് ഫോട്ടോയൊക്കെ അയച്ചു തന്നായിരുന്നേ. നല്ല ആദ്യം അംഗൻവാടി പഠിച്ച സമയത്ത് ആ കൊച്ചിൻ്റെ കയ്യക്ഷരമൊക്കെ ഒന്ന് കാണാൻ നല്ല സൂപ്പർ കയ്യക്ഷരം. ഇപ്പോഴുള്ള കയ്യക്ഷരം കണ്ടാൽ ഈ പിള്ളേരുടെ ഭാവി വെച്ച് കളിക്കുന്ന അച്ഛനെയും അമ്മയും ശരിക്കും പറഞ്ഞ് എന്താ ചെയ്യേണ്ടത്? എനിക്കുണ്ട് 2 പിള്ളേർ. കണ്ട ഇവിടെ നിന്ന് സംസാരിക്കുന്നത് കണ്ട. എന്തുവാ ചെയ്യണ്ടേ? പിള്ളേരുടെ ഭാവി വെച്ച് കളിക്കുന്ന ഒരു അച്ഛനെ ഏത് രീതിയിലാണ് നമ്മൾ നേരിടേണ്ടത്? സാധാരണ ഇന്ന് നമ്മുടെ മക്കൾ ഓരോ അക്ഷരങ്ങൾ പഠിച്ച് കൂട്ടി വായിക്കാനും എടുക്കാനും എല്ലാം പഠിച്ചൊക്കെ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ എന്താ പറയുക ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. ഇപ്പം തന്നെ പഠിക്കാൻ ഒരുപാടുണ്ട് പിള്ളേർക്ക്. EVS, മോറൽ, സയൻസ്, അങ്ങനെ ഒത്തിരി സബ്ജക്റ്റുകളുണ്ട്. അതൊക്കെ പഠിച്ചെങ്കിലല്ലേ നമുക്ക് സ്കൂളിൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ വണ്ടിപ്പേരും വണ്ടിയുടെ അലോയ് വീൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക് എങ്ങനെയാണ്, അതിൻ്റെ സ്റ്റിയറിങ് ഡിസൈൻ എങ്ങനെയാണ്, ഇതൊക്കെ പിള്ളേർ പോയി പരീക്ഷയ്ക്ക് എഴുതിയ മാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ. ഇതെന്തൊരു ഇതാന്ന് നോക്കിക്കണം. ഭാര്യയോടുള്ള വാശി തീർക്കുന്നത് സ്വന്തം മകൻ്റെ ജീവിതം വെച്ച്. ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞ് എന്താ ചെയ്യണ്ടേ? ഓരോ പ്രാവശ്യം എന്നെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എനിക്കറിയത്തില്ല സത്യം പറഞ്ഞ് ഇത് എന്ത് പറഞ്ഞാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളത്. ആ പെൺകൊച്ചിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഭയങ്കര ദയനീയമാണ്. ആദ്യം ആ പെണ്ണിൻ്റെ ഭാവി നശിപ്പിച്ചു. ഇപ്പം സ്വന്തം ചോരയിലുണ്ടായ മകൻ്റെ ജീവിതവും നശിപ്പിക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുക. കേൾക്കുന്ന നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ തോന്നുന്നത്? ഇത് പ്രാന്ത് വല്ലതും ആണോ? അത് മാത്രമല്ല, ആ പെണ്ണ് എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു. പലയിടങ്ങളിൽ പോയി ഇയാൾ പെണ്ണ് കണ്ടു, ഒന്നും ശരിയായില്ല. മെയിനായിട്ട് സ്ത്രീധനത്തിൻ്റെ ഇഷ്യൂ ആണ് സമ്മതിക്കാതെ പോകുന്നത്. സ്ത്രീധനം ഇവർക്ക് കൂടുതൽ വേണം, അതാണ് മെയിൻ. അപ്പോൾ ഒരിടത്ത് ചെന്നപ്പം ഏതാണ്ട് ഏകദേശം ഓക്കെ ആയി. അവർ തമ്മിൽ വിളിയും പറച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് സ്ത്രീധനം കൊടുത്തുള്ള കല്യാണത്തിന് താല്പര്യമില്ല എന്ന് ആ പെണ്ണ് വിളിച്ച് അവനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് ആ ബന്ധം വേണ്ടാന്ന് വെച്ചു. അങ്ങനെ അതങ്ങ് പോയി, തട്ടിത്തെറിപ്പിച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പ്രഹാന്തനെ പോലെ മുടിയൊക്കെ നീട്ടി വളർത്തി വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയെന്നാണ് ഈ ഞാൻ പെണ്ണറിഞ്ഞത്. എന്നോട് പറഞ്ഞതാണേ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു. അതിലൊരു വർഷത്തിനുള്ളിൽ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞ് അതിനെ അനിയൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു വർഷം സ്കൂളിൽ വിടാതിരുന്നു. അത് കഴിഞ്ഞ് വെച്ചിട്ട് ഇപ്പം സ്കൂളിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ജസ്റ്റ് ചോദിക്കുക എടുക്കുക ഒന്നും ചെയ്യാതെ ഈ വണ്ടി കാര്യങ്ങൾ മാത്രം കൊച്ചിനോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെയുള്ള ഒരാൾ ശരിക്കും പറഞ്ഞ ആ മരുന്ന് കണ്ടിന്യൂസ് കഴിക്കേണ്ടതാണോ? മെഡിസിൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഇത് ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സമൂഹത്തിൽ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യണം. അല്ലാതെ മൂടി വെച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് എടുത്തിട്ടതും. ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറയും, നീ അത് ചെയ്തോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ളവരെ വെറുതെ വിടരുതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എടുത്തിടുന്നത് ഈ വീഡിയോ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോയിൽ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ളവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം. അഡ്വക്കേറ്റ്സ് ആരെങ്കിലും അല്ലെ പോലീസ് ഓഫീസേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയുക, ഒരു കമൻറ്റെങ്കിലും ഇടുക. ഓൾറെഡി അഡ്വക്കേറ്റ് ഞാൻ കുട്ടി സമീപിച്ചിട്ടുണ്ട്. ഇപ്പം ഔട്ട് ഓഫ് ഇന്ത്യ ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇനി സമൻസോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ രീതിക്കാണ് പോകുന്നത്. വാശി, വൈരാഗ്യം ഇത് വെച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കുറേ കുടുംബങ്ങൾ, അതിലില്ലാതാകുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ. 1.5 വയസ്സുകാരൻ്റെ കൊലപാതകം നിങ്ങൾ കണ്ടില്ലേ? ആ വീഡിയോയെക്കുറിച്ച് അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ഉള്ളത് 1.5 വയസ്സുകാരനാണ്, ഇളയ കുഞ്ഞ്. അപ്പം ഇവിടെ ജോലി ചെയ്ത ആ ചേട്ടന്മാരാണേലും പറയുമായിരുന്നു,
ആ ഒരു ന്യൂസ് കേട്ടപ്പം പെട്ടെന്ന് ഓർമ്മ വന്നത് ഞങ്ങളുടെ കൊച്ചിന്. കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവനെ കാണുന്നുണ്ട് ഇവർ. ആ ന്യൂസ് നമുക്കത്ര അക്സെപ്റ്റബിളും അല്ല, ഒരിക്കലും ക്ഷമിക്കാനും പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. എനിക്കതൊട്ടും പറ്റുന്നൊരു വിഷയമേ അല്ല. ഇങ്ങനെയുള്ളവരെ എന്താ ചെയ്യേണ്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യൂ പ്ലീസ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.